ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ആദ്യം തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എന്താണ് DNA അല്ലെങ്കിൽ എന്താണ് ജീൻ എന്നുള്ളതാണ്. ആ കാര്യത്തിലാണ് നമ്മളിവിടെ ക്ലാരിറ്റി വരുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. അതായത് അച്ഛനിൽ നിന്ന് വരുന്ന 23 ക്രോമസോമും അമ്മയിൽ നിന്ന് വരുന്ന 23 ക്രോമസോമും ഫ്യൂസ് ചെയ്തിട്ടാണ് 46 ക്രോമസോം അടങ്ങുന്ന സൈഗോട്ട് ഉണ്ടാകുന്നത്. ഈ ഒരൊറ്റ സെല്ല്, ഈ ഒരു സിംഗിൾ സെൽ ആണ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടിഷ്യൂസും അതേപോലെ ഓർഗൻ സിസ്റ്റം അങ്ങനെ ആയിട്ട് വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അതായത് ഈ 46 ക്രോമസോംസ് തന്നെയാണ് പിന്നെ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെല്ലിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ സെൽ, ഈച്ച് വൺ ഓഫ് ദ സെൽ, ഈച്ച് ആൻഡ് എവറി സെൽ എന്താണ്, ഈ സൈഗോട്ടിലുള്ള സെയിം 46 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അപ്പം ബൈ ബർത്ത് തന്നെ നമ്മുടെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കണം, അതേപോലെ നമ്മളെ മെറ്റബോളിസം എങ്ങനെയായിരിക്കണം, നമ്മുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, പിന്നെ അതേപോലെ വേരിയസ് ട്രേറ്റുകൾ, നമ്മുടെ ഹെയർ കളറ്, സ്കിൻ കളറ്, ഐ കളറ്, അങ്ങനത്തെ ഹൈറ്റ്, എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഫ്രം നമ്മുടെ പാരൻസിൽ നിന്നും ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താണ് ജീൻ. ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ഒരു സ്മാൾ സെക്ഷനാണ്. അതായത് വിച്ച് ഡസ് എ സ്പെസിഫിക് ഫങ്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഐ കളർ കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്ഷനാണ്, ഒരു ജീനാണിത്. അങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ DNA എന്നുള്ളത് ഒരു കുക്ക് ബുക്ക് ആക്കി കണക്കാക്കുകയാണെങ്കിൽ, അതായത് ഒരു റെസിപ്പി ബുക്ക് ആക്കുകയാണെങ്കിൽ ജീൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഒരൊറ്റ സിംഗിൾ റെസിപ്പിയാണ്. ഓക്കെ, ഓരോ ജീനിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക, ഓരോ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ്. അതായത് ഓരോ ട്രീറ്റ്, ഏതർ ഇറ്റ് മേ ബി ഹൈറ്റിനുള്ളതാകാം, അല്ലെങ്കിൽ സ്കിൻ കളറിനുള്ളതാകാം. അതാണ് ജീനിൽ ഉൾക്കൊള്ളുന്നത്. കുറേ DNA എന്താണ് അല്ലെങ്കിൽ ജീൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.